ഹലോ എവ്രി വൺ. ഹായ്. ഞാൻ ഒത്തിരി നാളായി യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ട്. ഞാൻ ഫേസ്ബുക്കിൽ ഈയിടെ 2-3 വീഡിയോ ഇട്ടപ്പം അതിന് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് നാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു, അതിൻ്റെ മലയാളം വീഡിയോ ഇടാമെന്ന്. ഇനിയും അതിൻ്റെ മലയാളം കൂടെ കൊണ്ടുപോയി ഫേസ്ബുക്കിലിട്ട് എനിക്കിട്ട് വല്ല ഇടിയും തൊഴിയും എല്ലാം കൂടെ വരും. അതുകൊണ്ട് ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ യൂട്യൂബിൽ അങ്ങ് എന്താണ് ഞാൻ ആ വീഡിയോയിൽ ഇട്ടിരുന്നതല്ലേ പറഞ്ഞിരുന്നത് എന്നുള്ളത് യൂട്യൂബിൽ അങ്ങ് ഇടാമെന്ന് വെച്ചു. അതൊന്നുമില്ല. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് നമ്മളെങ്ങനെയാണ് കഴിവതും സ്ട്രെസ്സ് കുറച്ചുള്ളൊരു ജീവിതം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത്, ആരോഗ്യത്തോടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത്. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം തന്നെ നമുക്കൊത്തിരി ഒരു സമാധാനവും സന്തോഷവും കിട്ടും. അപ്പം നമ്മുടെ സ്ട്രെസ്സ് എങ്ങനെയാണ് കുറയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒത്തിരി സ്ട്രെസ്സ് വരാറുണ്ട്. ചിലപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കും നമുക്ക് സ്ട്രെസ്സ് കിട്ടുന്നത്, ചിലപ്പം കൂട്ടുകാരിൽ നിന്നായിരിക്കും. അറിയത്തില്ലാത്തവരുടെ നിന്ന് ഒരു സ്ട്രെസ്സും വരാറില്ലല്ലോ. നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യത്തിലോ ചിലർ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പലതും ചെയ്തിട്ടുണ്ടായിരിക്കാം. നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ അതൊക്കെ ഒന്ന് പോകട്ടെ എന്നങ്ങ് വെക്കുക, നമ്മുടെ അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. അതാണ് ഏറ്റവും നല്ലൊരു രീതിയായിട്ടുള്ളത്. പിന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് പിന്നെ അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. ഓർക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, നമ്മൾ ഓർമ്മയിലേക്ക് അതൊക്കെ വരും. പക്ഷേ വരുമ്പം നമുക്ക് പറ്റുമെങ്കിൽ അത് ഓർത്തൊന്ന് പ്രാർത്ഥിച്ചിട്ട്, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലൊന്ന് ഓർത്തിട്ട് ഓർക്കുക, ഞാനിവരോട് ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ നിങ്ങൾ കെയർഫുള്ളായിരിക്കണം. നിങ്ങളെ ഒത്തിരി ഉപദ്രവിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇച്ചിരി കെയർഫുള്ളായിരിക്കണം. അവരോടൊക്കെ പിന്നെയും അടുത്തിടപെടുമ്പം വേദനിപ്പിക്കുന്ന അടുത്തടുത്ത കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ നോക്കുക. അതൊക്കെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊന്നുള്ളത്, നമ്മളെ സ്ട്രെസ്സ് വരുന്ന വളരെ കൂടുതലായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ലേഡീസ്. യൂഷ്വലി 50 എത്തിയവർ അല്ല 50-നോട് അടുക്കാറായവരൊക്കെ നമ്മൾ നമ്മുടെ ബ്യൂട്ടിയും നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും മുഖവും ഹെയറും ഒക്കെ നല്ലതായിട്ട് സൂക്ഷിക്കണം എന്നാഗ്രഹമുള്ളവരാണ്. പക്ഷേ നമുക്കറിയാം ഏജ് വരുന്നതിനനുസരിച്ച്, ഹോർമോണൽ ചേഞ്ച് വരുന്നതിനനുസരിച്ച് ഇതിനൊക്കെ വ്യത്യാസം വരും. അപ്പം നമുക്ക് ഡിപ്രഷനും സങ്കടവും ഒക്കെ ഒത്തിരി പേർക്ക് വരും. എന്തിന്? എല്ലാവരും നമ്മുടെ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുമല്ലോ മുമ്പോട്ട്. അപ്പം നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ചേഞ്ചസ് വരും. അപ്പം അത് ഓർത്തുകൊണ്ട് ആരും വിഷമിക്കരുത്. ആരും അത് എങ്ങനെയാണ് തിരിച്ചാക്കുന്നത്. ഇപ്പോൾ ഒത്തിരി ആർട്ടിഫിഷ്യലായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. സർജറീസ് ഉണ്ട്, അല്ല ഇഞ്ചെക്ഷൻസ് എടുക്കുന്നവരുണ്ട്, പല ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സൊക്കെ ചെയ്യുന്നവരുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. അതിനകത്ത് നല്ലതല്ലെങ്കിൽ ചീത്തയെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടം പോലെ മുമ്പോട്ട് നീങ്ങട്ടെ. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, നല്ല കൂട്ടുകാരെ സംവദിക്കുക, ചെറിയ ചെറിയ ക്ലബ്ബുകൾ തുടങ്ങുക. അതായത് ബുക്ക് ക്ലബ്ബ്, അതായത് എല്ലാവരും കൂടെ കുറച്ച് ലേഡീസ് കൂടി 5 പേരൊക്കെ മതി, മാസത്തിലൊന്നൊന്ന് കൂടുക, എന്നിട്ട് ഒരു ബുക്ക് റീഡ് ചെയ്യുക, അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യുക. പിന്നെ എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ യോഗ ക്ലാസ്സസ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ ഒരു വലിയ മാറ്റം കേട്ടോ നമ്മുടെ നാട്ടിലുള്ള. അപ്പോൾ അങ്ങനെ എന്നിട്ട് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ നോക്കുക. പക്ഷെ അവിടെ പോയിരുന്ന് നമ്മുടെ ഒത്തിരി രഹസ്യങ്ങൾ അവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ നാളെ അവരെ രഹസ്യം വെച്ച് കളിക്കുമ്പം നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ തന്നെയാണ് അത് അവർക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. എനിക്കും പറ്റുന്നതാണത്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെയൊക്കെ കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതൊക്കെ ഒരു നല്ലൊരു തീരുമാനങ്ങളും നല്ലൊരു മാറ്റങ്ങളും ഒക്കെയാണ്. പിന്നെ നമ്മൾ ആരുമായിട്ടും, ആരുടെയും ബോഡിയായിട്ടും, ആരുടെയും ജീവിതമായിട്ടും, ആരുടെയും മക്കളെ കണ്ടും ഒന്നും നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മുടെ ഒരു ഫ്രണ്ട് നല്ല സുന്ദരിയായിട്ട്, നല്ല ഫിറ്റ് ബോഡിയായിട്ട്, നല്ല ധാരാളം മുടിയും നല്ല ഫേസ് സ്കിന്നും ഒക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഉടനെ നമ്മൾ അവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ ശരീരം നമ്മുടെ ശരീരത്തിനെക്കാട്ടിലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. എക്സസൈസൊക്കെ ചെയ്ത് നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന ബോഡി കാണും. ചിലർ നല്ല ഫിഗർ ഉള്ളവരുണ്ട് അല്ലേ. നമുക്കെല്ലാ പെണ്ണുങ്ങളുടെ ഒരു ആഗ്രഹമാണ് നല്ല ഫിഗറുള്ളൊരു ബോഡി എന്നൊക്കെ ഉള്ളത്. പക്ഷേ അതൊക്കെ ഓർത്ത് നമ്മളൊന്നും വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം ഒന്ന് നമ്മൾ വർക്ക് ഹാർഡ് ചെയ്യണം. അതായത് നമ്മൾ നല്ലതായിട്ട് കഠിന പരിശ്രമം നടത്തണം. അതിനു വേണ്ടി എക്സസൈസ് ചെയ്യണം, നല്ല ഡയറ്റ് ചെയ്യണം. പക്ഷേ ചിലർക്ക് അതൊന്നും പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യണം. അതായത് നടക്കാൻ പോവുക, കുറച്ച് ഇപ്പോൾ ഒത്തിരി ഉണ്ടല്ലോ ഈ 7 മിനിറ്റ്സ് എക്സസൈസ്, 10 മിനിറ്റ്സ് എക്സസൈസ് നോക്കും. അതൊരു 2 പ്രാവശ്യമെങ്കിലും ദിവസം ചെയ്യുവാണെങ്കിൽ അത്രയുമായി. പിന്നെ
മെഡിറ്റേഷനും പ്രാർത്ഥനയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്കറിയത്തില്ല അതെന്തോരം നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കുന്നു എന്നുള്ളത്. നമ്മുടെ ഹോർമോൺസ് വരെ ഒന്ന് ബാലൻസ് ആക്കാൻ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്യുക. പിന്നെ നമുക്ക് ഉള്ളത് ഞാൻ ഇച്ചിരി മുമ്പേ പറഞ്ഞു തുടങ്ങിയതാണ്, നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ഞാനെപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യം, നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ ഒരു 10 സ്ത്രീകളുടെ കൂടെ ഇരുന്നാൽ, അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ അവർ 10 പുരുഷന്മാരുടെ കൂടെ ഇരുന്നാൽ എല്ലാവർക്കും പല രീതിയിലുള്ള ബോഡി ഷേപ്പാണല്ലേ. നമുക്കൊരിക്കലും എ എന്ന് പറയുന്ന ആളെ ബിയുടെ ബോക്സിനകത്ത് ഇടാൻ പറ്റത്തില്ല, ബിയെ എടുത്ത് സിയുടെ ബോക്സിൽ ഇടാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും ഓരോ ഷേപ്പും ഓരോ ലുക്കുമാണ്. കുറച്ചൊക്കെ ഏകദേശമൊക്കെ ഒരുപോലൊക്കെ ഒന്ന് വരുമെന്ന് പറഞ്ഞാലും ചിലരുടെയൊക്കെ ഷേപ്പുകൾ, പക്ഷേ എല്ലാവർക്കും അങ്ങനെ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ആരെയും നോക്കിയിട്ട് നമ്മൾ സ്ട്രെസ് അടിക്കാതിരിക്കുക. നമുക്ക് പറ്റുന്നത് പോലെ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ, നമ്മുടെ സന്തോഷം നിലനിർത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. പിന്നെ ഉള്ളത് ഞാൻ ഇച്ചിരി മുമ്പേ പറഞ്ഞതാണ്, ഒന്നുകൂടെ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ ഒത്തിരി സ്ട്രെസ് എടുക്കാതിരിക്കുക. പാസ്റ്റിലുള്ളത് അതാണ് കൂടുതൽ സ്ട്രെസ് തരുന്ന കാര്യങ്ങൾ. അത് മറക്കാൻ പറ്റുന്നിടത്തോളം മറക്കാൻ നോക്കുക, നീക്കി വെക്കാൻ പറ്റുന്ന നീക്കി വെക്കാൻ പറ്റുക, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞതോർത്ത് ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ, അല്ലെങ്കിൽ നമ്മളൊരു ട്രിപ്പിന് പോയി അവിടെ സംഭവിച്ചതോർത്തുകൊണ്ട് നമ്മൾ വഴക്ക് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ കഴിഞ്ഞു പോയി. നമ്മൾ മൂവിങ് ഫോർവേഡ്. പിന്നെ നാളത്തെ കാര്യവും നമ്മൾ നല്ല കാര്യങ്ങൾ നേടാനായിട്ട് നമ്മൾ ഒത്തിരി പരിശ്രമിക്കുക അല്ലേ. പരിശ്രമിക്കാനേ പറ്റൂ. നമുക്കത് കിട്ടുമെന്ന് വാശി പിടിക്കാൻ പറ്റത്തില്ല. എന്താണെങ്കിലും പരിശ്രമിച്ചിട്ട് അവസാനം അത് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക. നമ്മളൊക്കെ ഏകദേശം എൻ്റെ ഈ വീഡിയോ കാണുന്നതിൽ 90% ആൾക്കാരും ദൈവവിശ്വാസികളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബാക്കിയുള്ളവർ വിധി എങ്ങനെയാണോ അതുപോലല്ലേ വരൂ എന്നങ്ങ് കരുതുക. പക്ഷേ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. അപ്പം അത് പറഞ്ഞതിലൂടെ അവസാനിച്ച് ഈ വീഡിയോ ഞാനങ്ങ് കൺക്ലൂഡ് ചെയ്യുകയാണ്. അതായത് നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ആത്മാവിൻ്റെയും ഒക്കെ സുഖത്തിനും ആരോഗ്യത്തിനും സന്തോഷത്തിനും ഒക്കെ നമ്മൾ തന്നെ ശ്രമിക്കണം. പുറത്തു നിന്നൊക്കെ എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും എത്ര മെഡിസിൻ കഴിച്ചാലും നമ്മളിതൊന്നും നമ്മളെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലേ നമുക്കൊരു പ്രയോജനമില്ല. നമ്മൾ എത്ര കൗൺസിലിങ്ങിന് പോയാലും, എത്ര കുമ്പസാരിക്കാൻ പോയാലും, എത്ര ധ്യാനത്തിന് പോയിട്ട് നമ്മളവിടെ കൗൺസിലേഴ്സിൻ്റെ അടുക്ക പോയിട്ടും ഒന്നും ഒരു പ്രയോജനമില്ല. നമ്മൾ തന്നെ അതൊക്കെ ശ്രമിച്ച് മാറ്റാൻ നോക്കുക. ഞാനിതൊരു സഭയുടെയോ അല്ലെങ്കിൽ അച്ഛന്മാരുടെയോ അല്ലെങ്കിൽ കൗൺസിലേഴ്സിൻ്റെ ഒന്നും എതിരായിട്ട് പറഞ്ഞതല്ല കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർക്ക് നമ്മുടെ അച്ഛന്മാരൊക്കെ പ്രത്യേകിച്ച് അതിനൊക്കെ പഠിച്ചവരാണ് കേട്ടോ. അവരുടെ അടുക്കൽ കൗൺസിലിംഗ് ഒക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ അതല്ല പറഞ്ഞത്. ആരുടെ പോകുന്നതിലും ഏറ്റവും നല്ലത് നമ്മൾ സ്വന്തമായിട്ടൊന്ന് അവലോകനം നടത്തുക, നമ്മൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുക, തീരുമാനിക്കുക. എന്നിട്ട് ചേഞ്ചസ് എന്തൊക്കെയാണ് വരുത്താൻ പറ്റുന്നത് അതൊക്കെ ഒന്ന് വരുത്തി നോക്കുക. ചെറിയ ചെറിയ സ്റ്റെപ്സ്. ഒത്തിരി ചേഞ്ചസ് ഒരു ദിവസം വരുത്താതെ ഒരു ചേഞ്ച് ഒരു ദിവസം വരുത്തുക. വേണമെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെച്ചു, എന്നിട്ട് അടുത്ത ദിവസം അത് നോക്കുക, അത് ചെയ്യുക. എന്നിട്ട് അടുത്ത വേറെ എന്താണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് നോക്കുക. എന്നിട്ട് ഓരോ ദിവസവും രാവിലെ ഈ ചേഞ്ചസ് വരുത്താൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അത് 2 അല്ലെങ്കിൽ 3 കാര്യങ്ങൾ അറ്റ് എ ടൈമിൽ ചേഞ്ച് ചെയ്യാൻ നോക്കാവുള്ളൂ. ഒത്തിരി എല്ലാം കൂടെ ചേഞ്ച് ചെയ്യാൻ നോക്കിയാൽ നടക്കത്തില്ല, നമ്മൾ ഫെയിലാകത്തേ ഉള്ളൂ. അപ്പം ഒരു കാര്യം ഒരു ദിവസം വെച്ച് ചേഞ്ച് ചെയ്ത്, പക്ഷേ ഞാൻ പറഞ്ഞ 2-ാം ദിവസം 3-ാം ദിവസമൊക്കെ ആകുമ്പം ഈ പഴയ ആദ്യമേ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് എൻഡ് ഓഫ് ദ ഡേ നമ്മളെപ്പോഴും ഓർക്കുക, ഞാൻ ഇന്ന് നല്ല മനോഹരമായിട്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞു, എന്തൊക്കെയാണ് ഞാൻ അതിനുവേണ്ടി ചെയ്തത്, നാളെയും ഞാൻ അതിലും നല്ലതായിട്ട് മുമ്പോട്ട് നീങ്ങാൻ എനിക്ക് പറ്റണം. അതിലൊക്കെ ഉപരിയായിട്ട് നമ്മളെയൊക്കെ അനുഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ കൂടെ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത്. അത് നമ്മുടെ പാസ്റ്റിനാണേലും നമ്മുടെ വരുന്ന ഫ്യൂച്ചറിനാണേലും നല്ലതാണ്. പിന്നെ പ്രസൻറ്റിൽ ജീവിക്കുക. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ദിവസം, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അതിൽ നമ്മൾ ജീവിക്കുക. നമ്മുടെ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞ് അയൽക്കാർക്ക്, അങ്ങനെയൊക്കെ നല്ല സന്തോഷമായിട്ട് മുമ്പോട്ട് എല്ലാവരും നീങ്ങുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.